അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ടവരെ, ഞാനിന്ന് വായനൊന്നും പറയാൻ വന്നതല്ല. ഒരു ചെറിയൊരു കാര്യം നിങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്താൻ വേണ്ടി വന്നു. പല ആളുകളും ക്യാഷ് കൊടുത്ത് കടിക്കുന്ന പട്ടിയെ വാങ്ങുക എന്നൊരു ചൊല്ലുണ്ടല്ലോ, എന്ന പോലെ. എന്താ വെച്ചാല്, നമ്മൾ പൈസ കൊടുത്ത് വാങ്ങിയിട്ട് നമുക്ക് തന്നെ ഉപദ്രവമാകുന്ന രീതിയിൽ ചില കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നുണ്ട്. അപ്പൊ അതൊന്ന് നിങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തുക എന്നുള്ളത്. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ഇതൊരു ദസ്ബിയാണ് അല്ലെ? ഒരു ശരിക്കും കാണുന്നില്ലല്ലോ അല്ലെ? ഈ ദസ്ബിയുടെ ഒരു പ്രത്യേകത എന്താ എന്ന് ചോദിച്ചാൽ, ഈ ദസ്ബി നമ്മൾ ഉപയോഗിക്കുന്ന എന്തിനാ? ദിക്റല്ലാതെ നമുക്കറിയാം, എല്ലാവരും ഇങ്ങനെ ദിക്റൊക്കെ ചെല്ലാനാണ്. പക്ഷെ ഇതിനൊരു പ്രത്യേകത, ഈ ദസ്ബിയില് എന്തുണ്ട്? ശ്രദ്ധിച്ചു നോക്കി, കാണുന്നുണ്ടോ? ശരിക്ക് കാണുന്നുണ്ടോ? കണ്ടോ? നിങ്ങൾ കണ്ടോ? കാണുന്നുണ്ടല്ലേ? ശ്രദ്ധിച്ചു നോക്കൂ. എന്താ അതിന്റെ പ്രത്യേകത? വേറെ കമ്മിയുണ്ടോ? സംശയമുണ്ട്. ഇൻഷാ അല്ലാഹ് അതായത് ഞാൻ പറഞ്ഞുതരാം. അതായത് ഇതിമേലെ അള്ളാഹു എന്നും മുഹമ്മദ് എന്നും എഴുതിയിട്ടുണ്ട്. അള്ളാഹു എന്നും മുഹമ്മദ് എന്നും എഴുതിയിട്ടുണ്ട്. അപ്പൊ ഞാനിത് നിങ്ങളുമായി പങ്കുവെക്കാനുള്ള കാരണം എന്താ വെച്ചാല്, ചില പള്ളിയിലൊക്കെ പോകുമ്പോ ഇതിങ്ങനെ നിലത്ത് സാധാ മുസല്ലിൽ ഇട്ടിട്ട് കാണാൻ സാധിക്കും. ചില വീടുകളിൽ പോകുമ്പോഴും ചിലരൊക്കെ ഇത് നിലത്തിട്ട് അല്ലെങ്കിൽ അലക്ഷ്യമായി ഇടുന്ന ഒരു സ്വഭാവമുണ്ട്. എന്നാൽ ഒരു കാരണവശാലും ഞാനിത് നിങ്ങളോട് വാങ്ങരുതെന്ന് ഞാൻ പറയുന്നില്ല. നിങ്ങളെങ്ങാനും ഇത് വാങ്ങുകയാണെങ്കിൽ, അങ്ങനെ ആണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങൾ ഉപയോഗിക്കുക, വളരെ സൂക്ഷ്മതയോടുകൂടി ഉപയോഗിക്കണം. വളരെ സൂക്ഷ്മതയോടുകൂടി ഉപയോഗിക്കുക. നിങ്ങൾ സ്വന്തമായിട്ട് ഉപയോഗിക്കുക. ഒരിക്കലും മറ്റൊരാൾക്ക് ഗിഫ്റ്റ് കൊടുക്കുക. കാരണം അയാൾ എത്രത്തോളം സൂക്ഷ്മത പാലിക്കുമെന്ന് എനിക്ക് അറിയില്ല. അതുപോലെ പള്ളിയിലേക്ക് കൊടുത്തു കഴിഞ്ഞാൽ പള്ളിയിൽ എങ്ങനെയാണ് ഇത് ഉപയോഗിക്കുക എന്നും ഒരു പക്ഷെ അറിയണമെന്നില്ല. കാരണം ഇതിലുള്ളത് അള്ളാഹു എന്ന നാമമാണ്. അള്ളാന്റെ നാമം അത് നിലത്തിട്ടുകാണ്ട് ഇങ്ങനെ മോശമാക്കി ഇടാനുള്ളതല്ല, അല്ലെങ്കിൽ അലക്ഷ്യമായിട്ട് ഇടാനുള്ളതല്ല. അള്ളാന്റെ നാമം എന്ന് പറയും. അള്ളാഹുവിന്റെ നാമത്തെ നമ്മൾ ബഹുമാനിക്കണം, അതിനെ ആദരിക്കണം. അതുപോലെ തന്നെ അള്ളാഹു ബഹുമാനിച്ചൊരു നാമമാണ് മുഹമ്മദ് എന്നുള്ളത് സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുമാണുള്ളത്. മുഹമ്മദ് എന്ന നാമവും അള്ളാഹു എന്ന നാമവും ഉള്ളതാണ്. അപ്പോ ആ ഒരു പരിഗണന ഇതിന് കൊടുത്തുകൊണ്ട് ഈ ദസ്ബിയെ നമ്മൾ എന്ത് ചെയ്യണം? അത്രത്തോളം ബഹുമാനത്തോടും ആദരവോടും കാണണം. അലക്ഷ്യമായിടുക, നമ്മുടെ കാലിന്റെ അടിയിൽ കിടത്തിയാണ്ട് നമ്മളിങ്ങനെ സ്ഥലത്ത് നിൽക്കുന്നില്ല, ചെയ്യരുത്. ഇത് ഏറ്റവും ഉയർന്നമായിട്ട് ഉന്നതമായ രീതിയിൽ വെക്കേണ്ടതാണ്. ഏറ്റവും മുകളിൽ തന്നെ വെക്കേണ്ടത്. അപ്പൊ നമ്മൾ ബഹുമാനിക്കണം. അള്ളാഹു ബഹുമാനിച്ചതിനെ ബഹുമാനിക്കുക, ആദരിച്ചതിനെ ആദരിക്കുക എന്നുള്ളതൊക്കെ നമ്മുടെ ഒരു മാതൃകയാണ്. അങ്ങനെ അദബിന് വലിയ പ്രാധാന്യമാണ് ഇസ്ലാമില്. അത് നമ്മളെല്ലാവരും എന്ത് ചെയ്യണം? ശ്രദ്ധിക്കണം. ഇത്തരം കാര്യങ്ങൾ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ, അള്ളാഹിന്റെ നാമങ്ങളൊക്കെ ഉള്ള ദസ്ബികൾ വാങ്ങുമ്പോൾ, അതുപോലെ മറ്റുള്ള ഉപയോഗിക്കുന്ന എന്ത് വസ്തു വാങ്ങിയാലും അള്ളാഹുവിന്റെ നാമത്തെ ബഹുമാനിച്ചുകൊണ്ട് അതിന് വേണ്ട ആദരവുകളൊക്കെ നമ്മൾ കൊടുക്കണം. അതുപോലെ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന നാമം ഉണ്ടെങ്കിൽ, സയ്യിദുനാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, ആ നാമത്തെ പോലും നമ്മൾ പറയുന്നത് പോലും വളരെ ബഹുമാനിച്ചിട്ടല്ലേ. പിന്നെ ഇത്തരം നാമങ്ങൾ ഉണ്ടാക്കിയാണ് നമ്മൾ അത് അലക്ഷ്യമായിട്ട് ഉപേക്ഷിക്കുക എന്നുള്ളത്, അത് വളരെ വലിയ പ്രയാസമാണ്. നമുക്ക് കാണുമ്പോൾ വിഷമമുണ്ട്. അപ്പൊ എല്ലാവരും ഇത് മറ്റുള്ളവർക്കൊക്കെ ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. അത് നിങ്ങൾക്ക് തോന്നുകയാണ് ഞാൻ പറഞ്ഞത് ശരിയാണ് എന്ന് നിങ്ങൾക്ക് അഭിപ്രായം ഉണ്ടെങ്കിൽ ഇതെന്ത് ചെയ്യുക? മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇത് വാങ്ങുന്ന ആളുകളൊക്കെ ഒന്ന് പറഞ്ഞു കൊടുക്കുക. എവിടെയെങ്കിലൊക്കെ പള്ളിയിൽ കണ്ടാൽ, അതൊക്കെ നിലത്ത് കിടക്കുന്ന കണ്ടാൽ അതൊക്കെ ഒന്ന് എടുത്ത് മുകളിലേക്ക് വെച്ച് കൊടുക്കുക, വെക്കുക. അല്ല, അവിടെ തൂക്കിടാനുള്ള സ്ഥലങ്ങളുണ്ടാവും. അവിടെയൊക്കെ നമ്മൾ ഉയർന്ന സ്ഥലങ്ങളിലേക്ക് അത് വെച്ച് കൊടുക്കുക. ഏതെങ്കിലും വീടുകളിലൊക്കെ ചെല്ലുമ്പോൾ ഇത് അലക്ഷ്യമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞു കൊടുക്കുക, ഇതിൽ അള്ളാന്റെ പേരുണ്ട്, ഇത് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം പേരുണ്ട്, അത് നമ്മളിങ്ങനെ അലക്ഷ്യമായിട്ട് ഇടാൻ പാടില്ല എന്ന് പറഞ്ഞു കൊടുക്കുക. ഇൻഷാ അല്ലാഹ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകട്ടെ. അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ് ബാരിക് വസല്ലിം അലൈഹി ജമീഅൽ അംബിയാ വൽ മുർസലീൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.